ആനന്ദ് സാറിന് ഇന്നും ഉണ്ടല്ലോ ഗസ്റ്റ്. അപ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോകുന്നവളെ നോക്കി ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി അർത്ഥം വെച്ച് പറഞ്ഞതും പോർച്ചിൽ നിൽക്കുകയായിരുന്ന ദിനേശ് ചിരിച്ചു. ഭാഗ്യവാൻ. ജീവിക്കുകയാണെങ്കിൽ അയാളെപ്പോലെ ജീവിക്കണം. എല്ലാ ആഴ്ചയും ഗസ്റ്റ്. അവർക്ക് വെച്ച് വിളമ്പാൻ എന്ന മട്ടിൽ ഓരോരുത്തന്മാരെ കൊണ്ടുവരികയും ചെയ്യും. അത് പിന്നെ ആനന്ദ് സാർ ഒറ്റയ്ക്കല്ലേ. ഫുഡും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ സാറിന് പറ്റുമോ? തനിച്ചുള്ള പോലെയാണോ ഗസ്റ്റ് വരുമ്പോൾ? അതാണല്ലോ സൗകര്യവും. അടുക്കള പണിക്കെന്നും പറഞ്ഞാൽ കൊണ്ടുവരൽ 1 മാസം തികച്ചൊരുത്തിയെ നിർത്തുന്നത് താൻ കണ്ടിട്ടുണ്ടോ? ഇവള് പുതിയതാ സാറേ. ഇപ്പോൾ 1 മാസമായിട്ട് ഇവളാ വരുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. രഹസ്യം പറയും പോലെ ചുറ്റും ഒന്ന് നോക്കി അയാൾ ദിനേശിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. കഴിഞ്ഞ ദിവസം ഇവളും ആനന്ദ് സാറും കൂടി നമ്മുടെ വിക്രമൻ ഡോക്ടറെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ. വിക്രമൻ സാറിൻ്റെ കാര്യം പറയണ്ടല്ലോ. പുള്ളി പെണ്ണ് കേസിൽ പുലിയാ. എത്ര പെണ്ണുങ്ങളാ ഗർഭം കലക്കാൻ അവിടെ വരുന്നത്. സമ്മതിക്കണം. നമുക്കൊക്കെ മണക്കാനാണെങ്കിൽ ഒന്ന് സെറ്റാവുന്നില്ല. അപ്പോഴാ ഈ പോയവള് നല്ല ചരക്ക അല്ലേടോ. കയറിപ്പോയവളുടെ പിൻ സൗന്ദര്യം ഓർത്തതും ചുണ്ടൊന്ന് കടിച്ചു ദിനേശ്. ആണെന്നോ? എൻ്റെ സാറേ ഉള്ളത് പറയാലോ. ഇത്രയും നാൾ വന്നതിലും വെച്ച് ഇതുപോലെ ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഭംഗിയാ. വെറുതെ ആണോ ആനന്ദ് സാറ് 1 മാസമായിട്ടും വിടാത്തത്? അയാളുടെ കണ്ണിലും തെളിഞ്ഞിരുന്നു അവളുടെ ആ നടപ്പ്. ഈ ആനന്ദ് സാറ് ഡിവോഴ്സ് ആണല്ലേ ദിനേശ് സാറേ? അയാളുടെ ചോദ്യത്തിൽ കാറിൻ്റെ ചില്ല് തുടച്ചുകൊണ്ടിരുന്ന തുണി നീട്ടിക്കുടഞ്ഞു ദിനേശ്. ആനന്ദിനെപ്പറ്റി അധികമൊന്നും ആർക്കും അറിയില്ലടോ. ഒന്നാമത് ആരുമായി ഒരു കമ്പനിക്ക് നിൽക്കില്ല. മുഖത്ത് നോക്കി ചിരിച്ചാൽ പോലും മൈൻഡില്ല. പാലക്കാട് നിന്ന് ട്രാൻസ്ഫറായി ഇവിടെ ബാങ്കിൽ മാനേജറായി വന്നതാ. ഭാര്യയും കുട്ടിയും അയാൾക്കൊപ്പം ഇല്ല, നാട്ടിലാണെന്ന് പണിക്കരേട്ടൻ പറഞ്ഞു. പുള്ളിയാണ് ഇവിടെ ഫ്ലാറ്റ് ഏർപ്പാടാക്കിയത്. എന്തായാലും ഒറ്റാന്തടി, നല്ല ശമ്പളം, എന്ത് കാണിച്ചാലും ആരും ചോദിക്കാനില്ല. പിന്നെന്താ, ഓക്കെ ഒരു യോഗം തന്നെടോ. ദീർഘമായൊരു നിശ്വാസത്തോടെ ദിനേശ് സെക്യൂരിറ്റിയെ നോക്കിയതും അപ്പാർട്ട്മെൻറ്റിലെ സ്റ്റെപ്പിറങ്ങി മുകളിലേക്ക് പോയവൾ വരുന്നത് കണ്ടു. ഇന്ന് പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലോ. അവളെ നോക്കി സെക്യൂരിറ്റിയെ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി ദിനേശ്. ഇന്ന് നേരത്തെയാ. പണിയൊക്കെ കഴിഞ്ഞോ? അരികിലൂടെ കടന്നു പോയവളോടായി അയാൾ ചോദിച്ചതും അവളൊന്ന് അമ്പരന്നു. പിന്നെ ഉവ്വെന്ന് മെല്ലെ തലയാട്ടി. ഒരുപാട് പണിയുണ്ടല്ലേ? മൊത്തത്തിലൊരു ഉടച്ചിൽ കാണുന്നുണ്ട്. വന്ന ആളല്ല തിരികെ വന്നത്. കൂലിയൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ അല്ലേ? വഷളതയോടെയുള്ള ചോദ്യവും തൻ്റെ ശരീരത്തിലൂടെ ഇഴയുന്ന അയാളുടെ കണ്ണുകളും കണ്ട് അവളിലൊരു അസ്വസ്ഥതയുണ്ടായി. ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങിയവളുടെ മുന്നിലേക്ക് കയറി നിന്നു ദിനേശ്. ഈ പണിക്ക് എത്രയാ കൂലി? എനിക്കും പണിക്ക് ആളെ ആവശ്യമുണ്ടേ. ആനന്ദ് തരുന്നതിനേക്കാൾ കൂടുതൽ തരാം. എന്താ, വരാമോ? അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് ദിനേശ് ചോദിച്ചതും കത്തുന്ന നോട്ടം നോക്കി അവൾ. വീട്ടിൽ ഭാര്യയില്ല, ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അതുവരെ പട്ടിണി കിടക്കണ്ടല്ലോ. നീയാവുമ്പം നന്നായി പണി ചെയ്യുമെന്ന് കണ്ടാലേ അറിയാം. കണ്ടറിഞ്ഞു നിന്ന എക്സ്ട്രാ പൈസയും തരാം. മുന്നോട്ട് നടക്കാനാഞ്ഞ അവളുടെ പിന്നിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞതും ദേഷ്യം കൊണ്ട് ചുവന്നു അവളുടെ മുഖം. ഒരു നിമിഷം നിന്നിട്ട് പിന്തിരിഞ്ഞ് ദിനേശിൻ്റെ തൊട്ടു മുൻപിൽ വന്ന് നിന്നവൾ. സാറി പറഞ്ഞതൊക്കെ എന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയാം. അതിന് മറുപടി എൻ്റെ ഈ കൈകൊണ്ട് പറയാൻ അറിയാഞ്ഞിട്ടല്ല. എച്ചിൽ വരുന്ന കൈകൊണ്ട് ഒന്ന് തന്നാൽ അതിൻ്റെ നാറ്റം എത്ര കഴുകിയാലും പോവില്ല. അത് സാറിനൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാണ്. അവളുടെ പരിഹാസത്തിലുള്ള വാക്കുകൾ കേട്ടതും ദേഷ്യം ഇരച്ചു കയറി ദിനേശിന്. പിന്നെ ഒരു ശീലാവതി. അടുക്കള പണിയെന്നും പറഞ്ഞ് കണ്ടവൻ്റെ ബെഡ്റൂമിലല്ലടി നിൻ്റെയൊക്കെ പണി. എന്നിട്ടപ്പോൾ അവൾ വലിയ പുണ്യാളത്തി ചമയുന്നു. നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു ഞാൻ. ഞാനും ആണാടി. ആനന്ദ് തരുന്നതൊക്കെ എനിക്കും തരാൻ പറ്റും. പുച്ഛിച്ച് ചിരിച്ചയാൾ. മുഖമടച്ചൊരടിയായിരുന്നു അതിന് മറുപടി. അയാൾ ഞെട്ടിപ്പോയിരുന്നു. അവൾ തന്നെ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല അയാൾ. എടീ! വർദ്ധിച്ച ദേഷ്യത്തോടെ കുതിച്ച അയാളെ പിറകിൽ നിന്നൊരാൾ പിടിച്ചു നിർത്തി. ആനന്ദ്. രംഗം പന്തിയല്ല എന്ന് കണ്ട് വലിയാനൊരുങ്ങിയ സെക്യൂരിറ്റിയെയും ആനന്ദ് മറുകൈകൊണ്ട് തടഞ്ഞു നിർത്തി. അങ്ങനെ പോയാൽ എങ്ങനെയാ? ഇവിടെ പണിക്ക് വേണ്ടത് എനിക്ക്. ഭാര്യ വീട്ടിലില്ലെന്നല്ലേ പറഞ്ഞത്? പക്ഷെ പുതിയ പണിക്കാരിയെ വയ്ക്കുമ്പോൾ ഭാര്യയെ കൂടെ അറിയിക്കുന്നതല്ലേ മര്യാദ. ഒരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ അതുറപ്പിക്കാം. കൈയോടെ പണിക്ക് കയറാവല്ലോ ഇവക്ക്. സുജിത് ദിനേശ്. ഇതല്ലേ തൻ്റെ ഭാര്യയുടെ കോൺടാക്ട് നമ്പർ? ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് നമ്പർ എടുത്തതും ദിനേശ് അവനെ മിഴിച്ചു നോക്കി. തൻ്റെ ഭാര്യയുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്നായിരിക്കും.
കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണോ? അവരും ഇതുപോലെ അല്ലറ ചില്ലറ പണികൾക്ക് വിളിക്കും, അത്രേ ഉള്ളൂ. നിസ്സാരമായി പറഞ്ഞവൻ. ആ കൂട്ടത്തിൽ ദേ ഇവളെ കൂട്ടരുത്. ഒരരികിലേക്ക് മാറി നിന്നവളെ ചൂണ്ടി ആനന്ദ് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് കടുപ്പം നിറഞ്ഞിരുന്നു. വീട്ടിലെ കഷ്ടപ്പാടും ദുരിതവും മാറ്റാൻ തനിക്കാവുന്നത് ചേർക്കാമെന്ന് കരുതി തുച്ഛമായ വരുമാനം തേടി ഇറങ്ങുന്നവരാ ഇവളെപ്പോലുള്ള പലരും. ആരുടെയെങ്കിലും അടുക്കളപ്പുറത്തോ റോഡ് തൂക്കാനോ വേസ്റ്റ് എടുക്കാനോ ഒക്കെയായി ഒരു മടിയില്ലാതെ നടക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്നെപ്പോലെ ദേഹമനങ്ങാതെ തിന്ന് വീർത്തിരിക്കുന്ന പലർക്കും തോന്നും സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങളെപ്പോലെയാണ് ഇവരും എന്ന്. കിടപ്പിലായ ഭർത്താവിനും പറക്കമുറ്റാത്ത മക്കൾക്കും വയറ് നിറയെ ആഹാരം കൊടുക്കാൻ വേണ്ടിയാ ഇവൾ ഇവിടെ കയറി ഇറങ്ങുന്നത്. എൻ്റെ ബെഡ്റൂമിൽ മാത്രമല്ല, ഇവിടെയുള്ള പലരുടെയും ബെഡ്റൂമിൽ കയറി പണിയെടുക്കുന്നുണ്ട് ഇവള്. അത് നീയൊക്കെ കരുതുന്നത് പോലെ അല്ല എന്നും മാത്രം. പിന്നെ താൻ പറഞ്ഞല്ലോ വിക്രമൻ ഡോക്ടറുടെ ആശുപത്രി കഥ. സത്യമാണ്, ഞാനും ഇവളും ഇന്നലെ അവിടെ പോയിട്ടാ വന്നത്. ഇവളുടെ ഭർത്താവിന് ഡോക്ടറുടെ പരിചയത്തിലുള്ള ന്യൂറോ സർജൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി, അല്ലാതെ അവിഹിത ഗർഭം ഇല്ലാതാക്കാനല്ല. ഇതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഇവൾ ഇനിയും ഇവിടെ വരും. അപ്പോഴും നിൻ്റെയൊക്കെ ഈ ദുഷിച്ച വാക്കുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ ദുഷിച്ച മനസ്ഥിതി മാറ്റിവെക്കണം, മനുഷ്യനായി ചിന്തിക്കണം. പുച്ഛത്തോടെ ദിനേശിനെയും സെക്യൂരിറ്റിയെയും നോക്കി പറഞ്ഞുകൊണ്ട് ആനന്ദ് കാറിൻ്റെ ഡോറ് തുറന്നു. ഹേമ കയറൂ, ഇന്ന് ഞാൻ വീട്ടിലേക്കാക്കാം. അവൻ്റെ പറച്ചിലൊട്ടും മടിയില്ലാതെ തല ഉയർത്തി അവൾ സീറ്റിലേക്ക് കയറിയിരുന്നു. ഡോർ അടയ്ക്കും മുമ്പേ വിളറി നിൽക്കുന്ന ദിനേശിനെയും സെക്യൂരിറ്റിയെയും നോക്കി പുഞ്ചിരിക്കാൻ മറന്നില്ല അവൾ. ഒപ്പം കരുതി വെച്ച ചോദ്യവും. അപ്പോൾ എങ്ങനെയാ സാറേ, നാളെ മുതൽ പണിക്ക് വന്നേക്കട്ടെ ഞാൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.